എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് പക്ഷികളെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവരും പക്ഷി വാങ്ങിക്കുന്നവരുണ്ടാവും. അവർ മെയിനായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് കാര്യങ്ങളാണ് ഇത്. അപ്പോൾ ചിലർ വാങ്ങിയിട്ട് അങ്ങനെ കിളികളൊക്കെ ചത്ത് പോയവരുണ്ടാവും. അപ്പോൾ ആ മിസ്റ്റേക്കൊക്കെ ആവും ചിലപ്പോഴൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയാത്തപ്പോൾ നമ്മൾ അങ്ങനത്തെ മിസ്റ്റേക്കൊക്കെ വരാറുണ്ട്. പക്ഷേ അതിനുള്ള വീഡിയോ ആണ്. അതിനെ എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്, നമ്മളൊരു തത്തയെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു പക്ഷിനെ വാങ്ങുമ്പോൾ അതിനെങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ പക്ഷികൾ എന്താണ് നമ്മൾ കഴിക്കാൻ കൊടുക്കേണ്ടതെന്ന് കാണാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് എന്താ പറയുക, നമ്മൾ വാങ്ങിക്കുന്ന പക്ഷികൾക്ക് വെജും നട്ട്സ് കൊടുത്താൽ മതി. അതായത് നമുക്ക് ഇങ്ങനത്തെ നട്ട്സ് അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഫുഡ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അത് തെറ്റാണ്. നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ കാടിക്കൂർക്ക, തുളസി ഇല അതൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുക. കാടിക്കൂർക്കയും തുളസി ഇലയും പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും, അതായത് പഴം അതിന് കുറച്ചെടുത്തിട്ട് അതിനിട്ട് കൊടുക്കുക. ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ അതിന് എത്രത്തോളം കഴിക്കുന്നു അത്രത്തോളം ഇട്ടാൽ മതി. ഇതാണ് ഭക്ഷണത്തിൻ്റെ കാര്യം. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അതിന് പനിയൊന്നും വരാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, കാടിക്കൂർക്കയും തുളസി ഇലയും. അത് അതിന് ബേർഡ് ഫ്ലൂ അങ്ങനത്തെ ഒരു ഇതും വരാതിരിക്കാൻ തുളസി ഇലയും കാടിക്കൂർക്കയും അതിനെ കൊടുത്ത് ശീലിപ്പിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം വന്നിട്ട് നമ്മളുടെ കേജ്. അപ്പോൾ ആ പക്ഷി എത്രത്തോളം സൈസാണ് നിങ്ങൾ ഉള്ളത്, അപ്പോൾ അതിനെക്കാട്ടിലും കുറച്ച് വലുതായിരിക്കണം കേജ്. കാരണം അതിനെ ഓടി നടക്കാനൊക്കെ പറന്ന് നടക്കാനുള്ള സ്ഥലം അറ്റ്ലീസ്റ്റ് ഉണ്ടാവണം. കാരണം ഞാൻ ഓപ്പൺ കേജ് കുറച്ച് വലുതായിരിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ കളിച്ച് നടക്കാനൊക്കെ, അല്ലെങ്കിൽ പിന്നെ അത് കഴിച്ച് അതിന് വല്ല അസുഖം ഉണ്ട്. അപ്പോൾ കാരണം ബോഡി ഫുഡ് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതൊരു ജീവൻ തന്നെയല്ലേ. അപ്പോൾ അതിനെ ഫുഡ് ഡൈജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കളിച്ചൊക്കെ നടക്കണം എന്നുണ്ടാവും. അതായത് ഓടി നടക്കണം എന്നൊക്കെ ഉണ്ടാവും, പറന്നിട്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു വലിയ കേജ് വാങ്ങിക്കുക കേട്ടോ. അതിനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ സാധനം എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ സാധനം പറഞ്ഞാൽ നമ്മുടെ ക്ലീനിനെസ്സാണ്. നമ്മുടെ കേജ് എപ്പോഴും വൃത്തിയായിട്ട് വയ്ക്കുക. പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചും ഫുഡ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിനെ നോക്കുക, അല്ലെങ്കിൽ നമ്മളുടെ റൂമിൻ്റെ ഉള്ളിൽ വയ്ക്കുക. അപ്പോൾ നമ്മളുടെ അടുത്തുണ്ടാവുമ്പോൾ നമുക്ക് അതിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. അതായിരിക്കും മോർ ഈസിയർ ആവുക ആ ബേർഡിനെ. അപ്പോൾ അല്ലെങ്കിൽ അത് ഒറ്റയ്ക്കായി പോവും. അപ്പോൾ നമുക്ക് ട്രെയിൻ ചെയ്യാൻ കുറച്ച് കഷ്ടമാവും. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഓക്കെ, ബൈ ബൈ.